പാലക്കാട് നെല്ലിയാമ്പതി ചുരം പാതയിൽ പുലിയിറങ്ങി. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഈ പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പാതയിൽ തന്നെ വളരെ സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഒരു പുലിയാണല്ലോ. ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? എപ്പോഴാണ് ഈ പുലിയെ കണ്ടത്? എന്താണ് വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പ്രവിധ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ചുരംപാതയിൽ നെല്ലിയാമ്പതിയിലേക്കുള്ള ചുരംപാതയിൽ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. ഏതാണ്ട് ഓടക്കാട് എന്ന പ്രദേശത്ത് വെച്ചാണ് പുലി ഏറെ നേരം ഈ പ്രധാനപ്പെട്ട പാതയിൽ ഇങ്ങനെ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വിനോദസഞ്ചാരികളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവർ ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് തൊട്ടു മുന്നിൽ പുലിയെ കാണുന്നത്. ആദ്യം ഇവർ കാട്ടുപൂച്ചയൊക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നെങ്കിലും പിന്നീട് പുലിയാണ് എന്ന് മനസ്സിലാവുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 2 ദിവസത്തോളമായി അവിടെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും വിനോദസഞ്ചാരികളെ ഏറെ നേരം ഈ പുലി കുഴക്കി എന്നുള്ളതാണ് ഒരു കാര്യം. അവ മടങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുടെയൊക്കെ മുന്നിലാണ് ഈ പുലി അവിടെ അങ്ങനെ നിലയുറപ്പിച്ച് നിന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കടന്നു പോകാൻ ആശങ്കയായതിനെ തുടർന്ന് ആ പുലിക്ക് ഇപ്പുറം തന്നെ അഭിമുഖമായിക്കൊണ്ട് തന്നെ അവർ ഏറെ നേരം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പുലി കാട് കയറിയതിന് പിന്നാലെയാണ് വിനോദസഞ്ചാരികൾ അതിലൂടെ കടന്നുപോയത്. എന്തായാലും അവർ വിവരം അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പുലിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി പുലിയുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യം. പ്രവിധ, ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പുലി ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ കാട്ടാന വരുന്നു എന്നുള്ളതൊന്നും വലിയ ഒരു പുതുമയുള്ള വാർത്തയല്ലാതെ എല്ലാ ദിവസവും ഇത്തരത്തിൽ കാട്ടാന, പുലി, ഒപ്പം കടുവ, ഇങ്ങനെയുള്ള കാട്ടുപല്ലി, കരടി, അതൊക്കെ എല്ലാം കണ്ട് ശീലമാകുന്നത് പോലെ. നേരത്തെ ഇത് തുടങ്ങിയപ്പോൾ ആ ദൃശ്യം കണ്ടപ്പോൾ പറഞ്ഞതുപോലെ റോഡിലാണ്, നടു റോഡിൽ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു വശത്തായിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ പിന്നീട് ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ടല്ലോ മനുഷ്യർക്ക് ഈ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ തുടർക്കഥയാവുകയാണ്. പ്രശ്നം പരിഹരിച്ചേ പറ്റൂ.